സംസ്ഥാന അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പാൽ പരിശോധന കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപഭോക്താക്കൾക്ക് വിപണിയിൽ ലഭ്യമാകുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ക്ഷീരസംഗമം പടവ് 2022-23 ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മണ്ണുത്തിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും വിൽപ്പന നടത്തുന്നതുമായ കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും വില നിയന്ത്രണം നടപ്പിലാക്കുന്നതിനുമായുള്ള കാലിത്തീറ്റ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം, ആലത്തൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ലാബുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കൂടുതൽ തുക കഴിഞ്ഞ 2 വർഷങ്ങളിലായി സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ശുദ്ധവും ഗുണനിലവാരമുള്ളതുമായ പാൽ ലഭ്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി NBL അക്രഡിറ്റേഷനോട് കൂടിയ സംസ്ഥാന ഡയറി ലാബിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനായി പാലുൽപ്പന്നങ്ങൾ, കാലിത്തീറ്റ എന്നിവയുടെ ഭൗതിക രാസ അണു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള രാജ്യാന്തര സൗകര്യങ്ങൾ ലാബിൽ ലഭ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2022-2023 വാർഷിക ഫണ്ടിൽ നിന്ന് 130 കോടിയാണ് ക്ഷീരമേഖലയുടെ വികസനത്തിനായി നീക്കിവച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ക്ഷീരോത്പാദന ക്ഷമത വർദ്ധിപ്പിക്കുക, ക്ഷീരസംഘങ്ങൾക്ക് ധനസഹായം നൽകി ശക്തിപ്പെടുത്തുക, വെറ്ററിനറി സേവനങ്ങൾ എല്ലായിടത്തും ലഭ്യമാക്കുക, കാലിത്തീറ്റ ലഭ്യത ഉറപ്പുവരുത്തുക, ഇതെല്ലാം നടപ്പാക്കിക്കൊണ്ട് തന്നെ നാം മുന്നോട്ട് കുതിക്കുകയാണ്. പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട്. മണ്ണുത്തി വെറ്റിനറി കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, പി പ്രസാദ്, കെ രാജൻ, ആർ ബിന്ദു, മേയർ MK വർഗീസ്, MLA മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.